ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് സോഹോ ബുക്സും ഈ ഇൻവോയ്സ് പോർട്ടലും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നാണ്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ ഈ ഇൻവോയ്സ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇനേബിൾ ചെയ്യണം. ഇനേബിൾ ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോ ഇങ്ങനെയായിരിക്കും. ഇനേബിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോഹോ ബുക്സിനെയും ഈ ഇൻവോയ്സ് പോർട്ടലിനെയും നമ്മൾ കണക്ട് ചെയ്യണം. ഈ കണക്ട് നൗ കൊടുക്കുമ്പോൾ നമ്മളോട് ഒരു ക്രെഡൻഷ്യൽസ് ചോദിക്കുന്നുണ്ട്, ഒരു യൂസർ നെയിമും പാസ്വേഡും. ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കമ്പനി ഈ ഇൻവോയ്സിങ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ IRP പോർട്ടലിൽ പോയിട്ടാണ് ഇത് ഇനി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അതല്ല, നമ്മൾ വേ ബില്ലും കൂടെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻവോയ്സും ഉണ്ട് വേ ബില്ലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ വേ ബില്ല് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. വേ ബില്ല് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇൻവോയ്സും കണക്ട് ആവും. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേ ബില്ലില്ല, ഈ ഇൻവോയ്സ് മാത്രമുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനായിട്ട് അവർ ഇൻവോയ്സ് രജിസ്ട്രേഷൻ പോർട്ടൽ IRP പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. അതിലുള്ള രജിസ്ട്രേഷൻ മെനുവിൽ ക്രിയേറ്റ് API യൂസർ എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ ത്രൂ GSP എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിൽ സോഹോ കോർപ്പറേഷനെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ വെബിൽ പോർട്ടലിൽ ചെയ്ത പോലെ തന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ സെറ്റിങ്സിൽ ഈ ഇൻവോയ്സിൽ വന്നിട്ട് ഇവിടെ കണക്ട് നൗ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പം നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് സേവ് ആൻഡ് വാലിഡേറ്റ് കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ ഈ ഇൻവോയ്സ് കണക്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ കണക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ പുഷ് ടു IRP എന്ന ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ ക്രിയേറ്റ് ചെയ്ത ഇൻവോയ്സിൽ ഇറേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് പുഷായിട്ട് അതിലേക്ക് IRP നമ്പറും കൂടി വരുന്നുണ്ടാവും. ഇനി ഇറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോഹോ ഇത് ലിസ്റ്റ് ചെയ്ത് വരും. ഇതുപോലെ അഡ്രസ്സ് ഇൻകംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി എന്ത് ചെയ്യുക, ഈ ഇൻവോയ്സ് പുഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം.